Good afternoon. Good afternoon. Lekha, Shail. എല്ലാവരും ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെലക്ഷൻ പ്രൊസീജിയറിന്റെ സ്റ്റെപ്സുകളാണ് നോക്കിയത് അല്ലെ? ഏതൊക്കെയായിരുന്നു? സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്, സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂസ്, മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലേ? ആ പാരഗ്രാഫ് കഴിഞ്ഞില്ലായിരുന്നു? രണ്ടാമത്തെ പാരഗ്രാഫ്, മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് പെർഫോംഡ് ടു പ്ലേസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് അറ്റ് ദ റൈറ്റ് ജോബ്. അല്ലെ? ശരിയായ ജോലിക്ക് ശരിയായ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാനായിട്ട് ഈ മെഡിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റുകൾ നടത്തുന്നു. where they can function without. എങ്ങനെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റും? ഒരു തരത്തിലുള്ള രോഗമോ അല്ലെങ്കിൽ മെഡിക്കലി അവർ ഫിറ്റ് ആണ് അല്ലെ? ആ ജോലി ചെയ്യാൻ അവർ ഓക്കെ ആണ്, അവരുടെ ആരോഗ്യത്തിന് വേറൊരു നഷ്ടവും സംഭവിക്കാതെ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള രോഗങ്ങളൊന്നും തരാതെ തന്നെ അവർക്ക് ആ ശരിയായ പൊസിഷനിൽ നല്ല രീതിയിൽ തന്നെ ആ ജോലി പെർഫോം ചെയ്യാൻ പറ്റും. ജനറലി ഇതാരാണ് ഈ മെഡിക്കൽ എക്സാമിനേഷൻ പെർഫോം ചെയ്യുന്നത്? ആരാണ്? ജനറലി പെർഫോംഡ് ബൈ ദ ഓർഗനൈസേഷൻ ഓൺ ഫിസിഷ്യൻ. ആ ഓർഗനൈസേഷന്റെ സ്വന്തം ഫിസിഷ്യനോ അല്ലെങ്കിൽ ആരാവാം? എ മെഡിക്കൽ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ഓഫീസറിനോ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താം. ഇവിടെ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് ആണ് റെഫറൻസസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. ഇനി അടുത്ത സെലക്ഷൻ പ്രോസസ്സിൽ നടത്തുന്ന ഒരു സ്റ്റെപ്പാണ് റെഫറൻസുകൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തും. ആ കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യും. അതായത് ഇവർ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ഒന്നുകൂടി കൺഫേം ചെയ്യാണ്. റെഫറൻസ് ചെക്ക് ചെയ്യും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. Background verification. Selection procedure includes the steps of reference check and background verification. എന്തിനു വേണ്ടി ഈ സ്റ്റെപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? For the purpose of revealing more information regarding the candidates. കാൻഡിഡേറ്റ്സിനെ കുറിക്കുന്ന ആ കൂടുതൽ ഇൻഫർമേഷൻ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി അവർ ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ അല്ലാതെ അവരെ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ, പർപ്പസ് ഓഫ് റിവീലിംഗ് മോർ ഇൻഫർമേഷൻ, അതായത് കൂടുതൽ ഇൻഫർമേഷൻ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് റെഫറൻസ് ചെക്ക് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തുന്നത്. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തിട്ടോ? എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താണ്? ഫോർ ദ പർപ്പസ് ഓഫ് റിവീലിംഗ്, വെളിപ്പെടുത്തുക എന്ത്? മോർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് കൂടുതൽ ഇൻഫർമേഷൻ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. The organization requests the candidates for some references for whom they can gain some more information. ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? റിക്വസ്റ്റ് ദ കാൻഡിഡേറ്റ്സിനോട് അഭ്യർത്ഥിക്കുന്നു എന്ത്? For some references from whom they can gain or some more information. കൂടുതൽ വിവരങ്ങൾ പറയാനായിട്ട് വെളിപ്പെടുത്താനായിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ഈ കാൻഡിഡേറ്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. They can gain some more information. കുറച്ചും കൂടി കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായിട്ട് ഓർഗനൈസേഷൻ കാൻഡിഡേറ്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. This information may be concerned with their, അതായത് ഈ റെഫറൻസ് ചെക്ക് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ആ ഇൻഫർമേഷൻ എന്തിനെ സംബന്ധിക്കുന്നതാകാം? ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ക്യാരക്ടർ, അവരുടെ സ്വഭാവം, വർക്കിംഗ്, ഇതിനെ കുറിച്ചൊക്കെ സംബന്ധിക്കുന്നതാവാം. The information may be concerned with എന്തുമായി ബന്ധപ്പെട്ടതാകാം? ബാക്ക്ഗ്രൗണ്ട്, ക്യാരക്ടർ, വർക്കിംഗ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. These references may include, ഇനി ഈ റെഫറൻസസ് എന്ന് പറയുന്നത് റെഫറൻസിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇൻക്ലൂഡ് എക്സ് എംപ്ലോയേഴ്സ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. എക്സ് എംപ്ലോയേഴ്സ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് എന്ന് വെച്ചാൽ കാൻഡിഡേറ്റ്സിന്റെ എക്സ് എംപ്ലോയേഴ്സ്, മുന്നുള്ള കാൻഡിഡേറ്റ്സ് മുന്നേ ജോലി ചെയ്തിരുന്ന അവിടുത്തെ എംപ്ലോയർ ഇല്ലേ, അവര് എന്താണ് എക്സ് എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത്.
മുമ്പ് അവർ ജോലി ചെയ്ത കമ്പനികളെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയോ ഒക്കെയാണ് നമ്മൾ എന്താ എക്സ് എംപ്ലോയേഴ്സ് പറയുന്നത്. അപ്പൊ മുന്നേ ഏത് ഓഫീസിലായിരുന്നു, അത് എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്, അവിടെ ആ കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ്, എന്ത് കാരണം കൊണ്ടാണ് അവിടുന്ന് പോകുന്നത്, അങ്ങനെയൊക്കെ ഒന്ന് റെഫറൻസ് ചെയ്യും. അതാണ് from educational institution of the candidates എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആളുകളാകാം. കാൻഡിഡേറ്റ്സ് പഠിച്ചതോ അല്ലെങ്കിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സ്കൂളോ കോളേജസോ അതിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളാകാം. അവിടെ നിന്നുള്ള ആളുകളെ റെഫറൻസ് ആവാം. ഇപ്പൊ നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിച്ചവരോട് ഇന്ന കുട്ടി എങ്ങനെയുണ്ട്, അത് എങ്ങനെയാണെന്നുള്ള റെഫറൻസ് ചോദിക്കാം അല്ലെ. അവരെങ്ങനെയാണോ അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് റെഫറൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാം. or some other important people who they candidates attitude and skill. അല്ലെങ്കിലോ these reference may include ഏതൊക്കെയാണ് എക്സ് എംപ്ലോയേഴ്സ് ഓഫ് ദി കാൻഡിഡേറ്റ്സിന്റെ മുന്നുള്ള തൊഴിലുടമകളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ആകാം, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ആളുകളാകാം, അല്ലെങ്കിലോ or some other important people who know the candidates attitude and skill. കാൻഡിഡേറ്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, സ്കില്ല് ഇതെല്ലാം അറിയുന്ന മറ്റാളുകളാകാം. അവരോട് റെഫറൻസ് ആയിട്ട് ചോദിക്കാം നമുക്ക്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. References may include 3 കാര്യങ്ങളാണ്. In India, references are not supposed to be much important due to their subjectivity. അതിന്റെ സബ്ജക്ടിവിറ്റി കാരണം ഇന്ത്യയിലെ റെഫറൻസുകളെ അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ എന്നെ കുറിച്ച് എന്റെ കൊളീഗ്സ് ആയിട്ടുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്നെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. ഇപ്പൊ ഒരു ഇച്ചിരി ഇതാണെങ്കിൽ പോലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലേ പറയുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മോശമായിട്ട് പറയൂലല്ലോ. അപ്പൊ ഇന്ത്യയിൽ എന്താണ് ഈ റെഫറൻസുകൾ അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. അതിനോട് എന്തുകൊണ്ടാ? അതിന്റെ ഒരു സബ്ജക്ടിവിറ്റി കാരണം അല്ലെ. അതുകൊണ്ട് അധികം പ്രാധാന്യമൊന്നുമില്ല. ബട്ട് ദേ ആർ ആൻ ഇമ്പോർട്ടന്റ് സോഴ്സ് ഫോർ വാല്യുബിൾ ഇൻഫർമേഷൻ. പക്ഷെ എന്താണ്, അത് നമുക്ക് അതിൽ നിന്ന് നമുക്ക് വിലപ്പെട്ട പല വിവരങ്ങളും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. which cannot be obtained from any other source. മറ്റുള്ള സോഴ്സ്, ഇപ്പൊ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് ലഭിക്കാത്ത ചിലപ്പോ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ റെഫറൻസിൽ കൂടെ അല്ലെ, റെഫറൻസ് ചെക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നമുക്ക് ചിലപ്പോ കിട്ടും. അതാ പറഞ്ഞേക്കുന്നത്. എന്താണ് but they are an important source of information, valuable information which cannot be obtained from any other sources. മറ്റ് സോഴ്സിൽ നിന്ന് ലഭിക്കാത്ത വിലപ്പെട്ട ഇൻഫർമേഷൻസ് ഈ റെഫറൻസ് ചെക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിലൂടെ നമുക്ക് കിട്ടും. ക്ലിയർ ആയില്ലേ? അഞ്ചാമത്തത്. നെക്സ്റ്റ് 6ാമത്തെയാണ് ഹയറിംഗ് ഡിസിഷൻ. ഈ നിയമന തീരുമാനം. ഇത്ര 5 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അവരെ നിയമിക്കുകയാണ്. നമ്മൾ നിയമിക്കാനുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. ഹയറിംഗ് ഡിസിഷൻ ഓർ അപ്രൂവൽ ബൈ അപ്രോപ്രിയേറ്റ് അതോറിറ്റി. അതിന് ബന്ധപ്പെട്ടിട്ടുള്ള അതോറിറ്റി അപ്രൂവൽ കൊടുക്കുക. ഇന്നാണ് നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് അപ്രൂവ് ചെയ്യാണ്. അല്ലെങ്കിൽ ഹയറിംഗ് ഡിസിഷൻ. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. 6ാമത്തെ സ്റ്റെപ്പാണ്. ഫൈനലി ബേസ്ഡ് ഓൺ ദ എബോവ് സ്റ്റെപ്സ്. അപ്പൊ ഈ നമ്മുടെ മുന്നിൽ പറഞ്ഞ എല്ലാ സ്റ്റെപ്പിനെയും അടിസ്ഥാനമാക്കിയിട്ട് the appropriate candidates are recommended for selection by the personnel department or selection committee may hold the responsibility of finalizing the candidates for the job. അത് ആർക്കാ റെസ്പോൺസിബിലിറ്റി നോക്കിയേ. The appropriate candidates are recommended. ഇന്ന കാൻഡിഡേറ്റ്സിനെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം അല്ലെങ്കിൽ അവരെ നമുക്ക് ഹയർ ചെയ്യാം എന്നുള്ളത് സെലക്ഷനില് ഈ കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യാന്നുള്ളത്, അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യാന്നുള്ളത് ആരാണ് പറയുന്നത്? ബൈ ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെലക്ഷൻ കമ്മിറ്റി ആണ്. വി ഹോൾഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈനലൈസിംഗ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ ജോബ്. ആ കാൻഡിഡേറ്റ്സിനെ ഫൈനലൈസ് ചെയ്യാനായിട്ട് അല്ലെ, കാൻഡിഡേറ്റ്സിനെ ഫൈനലൈസ് ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഓർ സെലക്ഷൻ കമ്മിറ്റി. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. റെസ്പോൺസിബിലിറ്റി ഉണ്ട്. Then നോക്കിയേ, sometimes organization have their own staff to recommend the candidates for the final selection by the top management. ഇനി ചില സമയത്ത് ഈ സ്ഥാപനങ്ങൾക്ക് അവരുടെ സ്വന്തം സ്റ്റാഫ് ഉണ്ട്. എന്തിനു വേണ്ടി? ടോപ്പ് മാനേജ്മെന്റിന്
ഫൈനൽ സെലക്ഷൻ ആയിട്ട് കാൻഡിഡേറ്റ്സിനെ ശുപാർശ ചെയ്യാൻ, റെക്കമെൻഡ് ചെയ്യാൻ, ഫൈനൽ സെലക്ഷന് വേണ്ടി ടോപ്പ് മാനേജ്മെന്റിലേക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷനിൽ സ്വന്തം അതിന് പ്രത്യേകമായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ട്. Generally, organization assign different authorities to approve the final selection of the candidates. എന്ത് ചെയ്യുന്നു? ആ ഒരു സ്ഥാപനം അസൈൻ ചെയ്യുന്നു, അല്ലെ? സ്ഥാപനം എന്ത് ചെയ്യുന്നു? അത് തീരുമാനിക്കുകയാണ്. പല അതോറിറ്റീസ് അപ്രൂവ് ചെയ്തുകൊണ്ട് ഫൈനൽ സെലക്ഷൻ കാൻഡിഡേറ്റ്സ്, ഇന്ന കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത് തീരുമാനിക്കുകയാണ്. അവിടെ കാൻഡിഡേറ്റ്സിന്റെ ഫൈനൽ ആയിട്ടുള്ള സെലക്ഷൻ അംഗീകരിക്കുന്നതിന് ഓർഗനൈസേഷൻ വ്യത്യസ്ത പല അതോറിറ്റീസിനെ വിനിയോഗിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉള്ള അതോറിറ്റീസ് ഉണ്ട്. ഫൈനൽ ജനറലി ഓർഗനൈസേഷൻ അസൈൻ ചെയ്യുന്നു, നിയോഗിക്കുന്നു. ഡിഫറെന്റ് അതോറിറ്റീസ്, പല അതോറിറ്റീസിനെ നിയോഗിക്കുന്നു. എന്തിന്? ടു അപ്രൂവ് ദ ഫൈനൽ സെലക്ഷൻ ഓഫ് ദി കാൻഡിഡേറ്റ്സിന്റെ ഫൈനൽ സെലക്ഷൻ അപ്രൂവ് ചെയ്യുന്നതിന് ഓർഗനൈസേഷൻ പലതരത്തിലുള്ള അതോറിറ്റീസിനെ നിയമിക്കുന്നു. On receiving the approval, ഇനി അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാലോ, റിസീവ് ചെയ്താലോ, the candidates are told about their selection in the organization. കാൻഡിഡേറ്റ്സിനോട് പറയണ്ടേ സെലക്ഷൻ ആയി, നിങ്ങൾ അപ്രൂവ് ആയി എന്നുള്ള കാര്യം കാൻഡിഡേറ്റ്സിനെ അറിയിക്കുന്നു. And are requested to report to the concerned personnel. അതുമായി ബന്ധപ്പെട്ട ആ പേഴ്സണൽ ആ സ്റ്റാഫിനെ ചെന്ന് കാണാനായിട്ട് കാൻഡിഡേറ്റ്സിനോട് പറയും. ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ ചോദിക്കുന്നതായി നമ്മൾ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ പറയും അതിന്റെ ഹെഡ് ആയിട്ടുള്ള ആളെ ചെന്ന് കാണാൻ പറയും, അല്ലെ? പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത് ആരായിരിക്കും? നമ്മൾ കൺസേൺ ചെയ്യുന്ന നമ്മളുടെ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡൊക്കെ ആയിരിക്കും, അല്ലെ? ഫൈനൽ ആയിട്ട് നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സ് റിക്വസ്റ്റഡ് ടു റിപ്പോർട്ട് ദ കൺസേൺഡ് പേഴ്സൺ. അതുമായിട്ട് ബന്ധപ്പെട്ട ആളെ ചെന്ന് കാണാൻ പറയും, അല്ലെ? അപ്പൊ ബാക്കി കാര്യങ്ങളും അവരുമായിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. അതിനകത്തൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. സെലക്ഷൻ കമ്മിറ്റി ഡിപ്പാർട്ട്മെന്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെലക്ഷൻ കമ്മിറ്റി മേ ഓൾ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈനലൈസിംഗ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ ജോബ്. കാൻഡിഡേറ്റ്സിനെ ആ ജോലിക്ക് ഫൈനലൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിക്കാണ്. ഇനി ചില സമയത്ത് ഓർഗനൈസേഷന് സ്വന്തം സ്റ്റാഫുകളുണ്ട്. എന്തിനു വേണ്ടി? ടോപ്പ് മാനേജ്മെന്റിലേക്ക് കാൻഡിഡേറ്റ്സിനെ ഫൈനൽ സെലക്ഷന് അവരെ റെക്കമെൻഡ് ചെയ്യാനായിട്ട്. ഈ ഫൈനൽ സെലക്ഷന് അപ്രൂവൽ കൊടുക്കുന്ന പല അതോറിറ്റീസിനെ ഓർഗനൈസേഷൻ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ അപ്രൂവൽ കിട്ടി, ആ കാൻഡിഡേറ്റ്സിനെ നമുക്ക് നിയമിക്കാം എന്നുള്ള ഒരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിനോട് എന്ത് ചെയ്യുന്നു? അവരുടെ സെലക്ഷനെ കുറിച്ച് പറയും. കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾ അത് സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ആ കാൻഡിഡേറ്റ്സിനെ പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഏത് സെക്ഷനിലേക്കാണ് അവര് ജോലിക്ക് നിയോഗിച്ചേക്കുന്നത് ആ സെക്ഷനിൽ കേട്ടോ ആരോടെങ്കിലും അതിനോട് ബന്ധപ്പെട്ടുള്ള ആ സ്റ്റാഫിനെ ചെന്ന് കാണാൻ, അവരോട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ്സിനോട് പറയും. ക്ലിയർ അല്ലേ? അത് ലാസ്റ്റ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. On receiving the approval, the candidates told about their selection. കാൻഡിഡേറ്റ്സിനോട് തന്റെ സെലക്ഷനെ കുറിച്ചുള്ള കാര്യം പറയുകയും and requested to report to the ആരോട് റിപ്പോർട്ട് ചെയ്യാൻ? കൺസേൺഡ് പേഴ്സണൽ, അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പൊ അവർക്ക് ഏത് പൊസിഷനിലേക്കാണോ ജോലിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്, സെലക്ഷൻ ആയത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാഫിനെ ചെന്ന് കാണാൻ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രിലിമിനറി ഇന്റർവ്യൂ ആണ്. ഈ ജോൺസി കുട്ടി മാത്രമുള്ളൂ നമ്മുടെ ക്ലാസ്സില്? ഒരു തമ്പാളെ ഞാൻ കണ്ടോളൂ. ഡൗട്ട് ഉണ്ടോ? രേവതി, സന്ധ്യ, രമ്യ, അനൂപ്, സീന, മേഘ, കുറച്ച് വിനീത, കുറച്ച് പേരൊക്കെ ഞാൻ കാണണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, 1 2 പേര് തമ്പിട്ടാലല്ലേ നമുക്ക് നിങ്ങൾ ഓക്കെ ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അടുത്തതാണ് പ്രിലിമിനറി ഇന്റർവ്യൂ. പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാഥമികമായിട്ടുള്ള, അല്ലെ? അതായത് നമ്മള് ജസ്റ്റ് എന്താ ബേസിക് ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പ്രാഥമിക ഇന്റർവ്യൂ ബ്രീഫ് ആയിട്ട് നടത്തുന്നത്. ജസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നത്.
അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ അല്ല. പ്രിലിമിനറി ഇന്റർവ്യൂ ബ്രീഫ് ഇന്റർവ്യൂ ആണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഇതാണ്. ഓക്കെ, the first step in the process of selection is the preliminary interview. Underline ചെയ്തോ കേട്ടോ. The first step in the process of selection. ആദ്യം എന്താ? preliminary interview നടത്തും. After it has used various recruitment sources. അതിനുശേഷം പല റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ, റിക്രൂട്ട്മെന്റ് നടത്താനുള്ള പല സോഴ്സുകൾ ഉപയോഗിക്കും. And the method to recruit the candidates. The method to recruit the candidates. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് വളരെ ഇൻഫോർമൽ ആയിട്ട് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാമല്ലോ, അല്ലേ? അപ്പൊ നമ്മൾ ചെന്ന് കാണുമ്പോ തന്നെ എന്താണ്, പേരെന്താണ്, ഏത് സെക്ഷനിലേക്ക് വന്നത്, അല്ലെങ്കിൽ എന്താണ് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലേ, പേടിക്കൊന്നും വേണ്ട, നമുക്ക് നിങ്ങൾ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് അതൊരു എന്താ ഫോർമൽ ആയിട്ടുള്ളതല്ല, നമുക്ക് ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനുശേഷം ആ പ്രിലിമിനറി ഇന്റർവ്യൂവിന് ശേഷമാണ് എന്ത് ചെയ്ത പല റിക്രൂട്ട്മെന്റിലുള്ള പല സോഴ്സ് മെത്തേഡിലൂടെ ആ കാൻഡിഡേറ്റ്സിനെ കടത്തിവിടുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ടോ. പ്രോസസ് ഓഫ് സെലക്ഷൻ, preliminary interview. First step. A preliminary interview is a brief interview in which simple questions like a skill. അവരുടെ സ്കിൽ എന്താ, എക്സ്പീരിയൻസ് എങ്ങനെ, എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ സാലറി എക്സ്പെക്ടേഷൻ, പ്രതീക്ഷിക്കുന്ന സാലറി എത്രയാണ്, ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആർ ആസ്ക്ഡ്, ഈ കാര്യങ്ങളെല്ലാം ചോദിക്കും. അണ്ടർലൈൻ ചെയ്തിട്ടേതാ? Dash interview is a brief interview which simple questions like skills, experience and salary expectation of the candidates are asked. Okay, അപ്പൊ നമ്മളിപ്പോ സാലറി, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 50 ലക്ഷം രൂപയാണെങ്കിൽ നമ്മളോട് എക്സ്പെക്ടഡ് സാലറി പറയാം 50 ലക്ഷം. പക്ഷെ ആ സ്ഥാപനം ഒരു 20 ലക്ഷം രൂപ തരാനാണ്, അല്ലെങ്കിൽ ഒരു 20,000 രൂപ, ലക്ഷം വേണ്ട കേട്ടോ, കുറയ്ക്കാം, ഒരു 50,000 രൂപയാണ് സാലറി ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നോട് എക്സ്പെക്ടഡ് സാലറി ചോദിക്കുമ്പോ ഞാൻ 50,000 രൂപ എന്ന് പറഞ്ഞു, അവര് ആ സ്ഥാപനത്തിന് നമുക്കൊരു 20,000 രൂപ തരാനുള്ളെങ്കിൽ അപ്പൊ തന്നെ കാൻഡിഡേറ്റ്സിനെ ഒഴിവാക്കാൻ പാടില്ലേ? പിന്നെ അവരെ വേറെ അടുത്ത സ്റ്റെപ്സിലേക്ക് ഒന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കടത്തിവിടേണ്ട ആവശ്യമില്ല. അവർ എക്സ്പെക്ട് ചെയ്ത സാലറി കമ്പനി കൊടുക്കാൻ തയ്യാറാകുന്ന സാലറിയുമായിട്ട് മാച്ചാണെങ്കിൽ ആ കാൻഡിഡേറ്റ്സിനെ അടുത്ത സ്റ്റെപ്പിലേക്ക് വിട്ടാൽ മതി. മനസ്സിലായോ? അതിനകത്ത് എന്താ, ബ്രീഫ് ഇന്റർവ്യൂ ആണ്. അവിടെ ഇന്റർവ്യൂ വിച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയാ, സ്കിൽ എന്താ, എക്സ്പീരിയൻസ്, സാലറി എക്സ്പെക്ടേഷൻ, ഇതെല്ലാം കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുന്നു. അണ്ടർലൈൻ ചെയ്യാട്ടോ. Preliminary interview enables organization to reject the applicants who are unsuitable for the job because they are either unqualified or unsuitable for the job. ഈ preliminary interview എന്താ, enable the organization സാധ്യമാക്കുന്നു. എന്തിന്? to reject the applicants-നെ റിജക്ട് ചെയ്യാൻ, അതായത് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക് ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ അത്രയും സ്കില്ല്, കഴിവില്ല, എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെയുള്ള അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ പ്രിലിമിനറി ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യുന്നു. ബിക്കോസ് എന്തുകൊണ്ടാ, ആ ഇന്റർവ്യൂവിൽ നമുക്ക് പ്രിലിമിനറി ഇന്റർവ്യൂവിൽ തന്നെ അറിയാം ആ കാൻഡിഡേറ്റ്സ് അതിന് അൺക്വാളിഫൈഡ് ആണോ അൺസ്യൂട്ടബിൾ ആണോ എന്ന് അറിയാം. അപ്പൊ അതനുസരിച്ച് റിജക്ട് ചെയ്യാൻ സഹായിക്കുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസ് കൂടി. Organization must ensure that the elimination process does not lead to unnecessary rejection or elimination of desired candidates. അപ്പൊ ഒരു കാര്യമുണ്ട്, ഓർഗനൈസേഷൻ എന്താണ്, ആ ഒരു നമ്മുടെ സ്ഥാപനം ഇങ്ങനെ കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ അഭികാമ്യമായിട്ട് അതിന് ഓക്കെ ആയിട്ടുള്ള ആ പൊസിഷനിൽ ഇരിക്കാനായിട്ട് ഓക്കെ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അനാവശ്യമായിട്ട് റിഫ്യൂസ് ചെയ്യുന്നുണ്ടോ, നിരസിക്കുന്നുണ്ടോ, എലിമിനേഷൻ, അങ്ങനെ അത് എലിമിനേഷൻ പ്രോസസ് അതിന് കാരണമാകുന്നില്ല എന്നുള്ളത് ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തണം. അതായത് പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നില്ല എന്ന് സ്ഥാപനം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. Organization must ensure ഉറപ്പുവരുത്തണം that elimination process, ആ എലിമിനേഷൻ പ്രോസസ്, പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തി നമ്മൾ എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, ആ എലിമിനേഷൻ പ്രോസസ് അൺനെസസറി റിജക്ഷൻ, അനാവശ്യമായിട്ടുള്ള റിജക്ഷന് അല്ലെങ്കിൽ എലിമിനേഷൻ ഓഫ് ഡിസറബിൾ കാൻഡിഡേറ്റ്സ്, അഭികാമ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം.
2 സെന്റൻസ് അതിൽ 3 സെന്റൻസും നോട്ട് ചെയ്യാട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ്, പിന്നെ പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിലിമിനറി ഇന്റർവ്യൂ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നതിനുള്ളത് കേട്ടോ. 3 സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ. ഇനി ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് നോക്കി, ദ ഫേസ് ടു ഫേസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രിലിമിനറി ഇന്റർവ്യൂ. പ്രിലിമിനറി ഇന്റർവ്യൂവിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഫേസ് ടു ഫേസ് മെത്തേഡ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. Face to face method can be used for preliminary interviews. Face to face method ആണ് ഉപയോഗിക്കുന്നത്. The organization, in order to save their time, usually conducted interviews over a phone where there are many applicants for a single job opening. ഇനി അപ്പൊ ഫേസ് ടു ഫേസ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഫേസ് ടു ഫേസ് മെത്തേഡ് വരുമ്പോൾ നമുക്ക് കുറെ സമയം എടുക്കും അല്ലെ? കുറെ സമയം എടുക്കും. അപ്പൊ ഈ നമുക്ക് ആ സ്ഥാപനത്തിന് ഇങ്ങനെ ഇന്റർവ്യൂകളുടെ നമ്മൾ ചെലവാക്കുന്ന സമയം കുറയ്ക്കാനായിട്ട്, സേവ് ചെയ്യാനായിട്ട് എങ്ങനെ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞേക്കണേ, ഈ പ്രിലിമിനറി ഇന്റർവ്യൂ ഫോണിൽ കൂടെ കണ്ടക്ട് ചെയ്യാം. Over the phone where there are many applicants for a single job opening. ഒരു ജോബ് വേക്കൻസിയിൽ ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ടാവാം. അപ്പൊ ഓരോരുത്തരും ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നടത്തുമ്പോൾ എന്താ കുറെ നമുക്ക് എന്താ പറയാ, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മള് ഇന്റർവ്യൂ നടത്തുമ്പോൾ കുറെ സമയം ചെലവാകും. അപ്പൊ ആ സമയം സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഫോണിൽ കൂടെ പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. Create a video tapes in which several applicants are asked the same question to answer is another technique used by a recruitment agency. അപ്പൊ ഒന്നാമത്തെ എന്താ? ഫോൺ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. കണ്ടക്റ്റഡ് ഇന്റർവ്യൂ ഓവർ എ ഫോൺ, ഫോണിൽ കൂടെ നടത്താം. അല്ലെങ്കിലോ ഒരു വീഡിയോ ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് സെവറൽ ആപ്ലിക്കൻസിന് സെയിം ക്വസ്റ്റ്യൻസ് അങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിൽ എല്ലാ ആപ്ലിക്കൻസിനോടും സെയിം ക്വസ്റ്റ്യൻസ്, അതായത് ഒരാളോട് വേറെ അങ്ങനെയല്ല, എല്ലാ ആപ്ലിക്കൻസിനോടും സെയിം ക്വസ്റ്റ്യൻസ് ആവുന്ന രീതിയിൽ നമുക്ക് അത് വീഡിയോ ടൈപ്പ് അവിടെ റെക്കോർഡ് ആക്കി വെക്കാം. അപ്പൊ അത് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുള്ളൂ അല്ലെ? അങ്ങനെ അത് നമുക്ക് ഉപയോഗിക്കാം. അനന്തർ ടെക്നിക് യൂസ്ഡ് ബൈ റിക്രൂട്ട്മെന്റ് ഏജൻസീസ്. ഇതെന്താ? ഇത് റിക്രൂട്ട്മെന്റ് ഏജൻസി ഉപയോഗിക്കുന്ന വേറെ ടെക്നിക്കാണ്. എന്തിനാ അത് അങ്ങനെ ഉപയോഗിക്കണേ? അവർക്ക് ആ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട്, ടൈം സേവ് ചെയ്യാനായിട്ട്. 2 കാര്യം ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇന്റർവ്യൂ ഓഫർ എ ഫോൺ അല്ലെങ്കിൽ എന്താണ് വീഡിയോ ടൈപ്സ് വഴിയിട്ട് സെവറൽ ആപ്ലിക്കൻസിനോട് നമുക്ക് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. അതാണ് അടുത്ത റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ടൈം ലാഭിക്കാൻ. At last, the organization received the video tapes. എന്നിട്ട് എന്ത് ചെയ്യുന്ന? ലാസ്റ്റ് ആ സ്ഥാപനം വീഡിയോ ടേപ്പ് റിസീവ് ചെയ്യുന്നു. This technique speed up. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ടെക്നിക്ക് സ്പീഡ് ചെയ്യുന്നു, പെട്ടെന്ന് ഫാസ്റ്റ് ആക്കുന്നു. പ്രിലിമിനറി ഇന്റർവ്യൂ പ്രോസസ് സ്പീഡ് അപ്പ് ചെയ്യുന്നു അല്ലെ? ഒരു സമയം തന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സിനോട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അല്ലെ? The technique speed up the screening process with the organization, though it is very impersonal and rigid. കണ്ടോ എന്താണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്? ഈ ടെക്നിക്ക് നമുക്ക് ആ ഇന്റർവ്യൂ പ്രോസസ്സിനെ സ്പീഡ് അപ്പ് ചെയ്യും. പക്ഷേ എന്താണ്? ഇറ്റ് ഈസ് വെരി ഇംപേഴ്സണൽ, വ്യക്തിപരമല്ലാത്തതാണ്. ആൻഡ് റിജിഡ്. ഇത് റിജിഡ് ആണ് അല്ലെ? നമ്മൾ നേരെ ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിലെടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ഇതത് പറ്റുമോ? അങ്ങനെ പറ്റുമോ? ഓൾറെഡി റെക്കോർഡാണ് അവിടെ, വീഡിയോ ടൈപ്പ് റെക്കോർഡ് ആക്കി. അല്ലെങ്കിൽ നമുക്കത് എന്താ കുറച്ചുകൂടി നമുക്ക് പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കത് വ്യക്തിപരമല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അവിടെ ഫിക്സ്ഡ് ആണ്, ഫിക്സ്ഡ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഇതാണ്, റിജിഡ് ആണ് അത്. അതാണ് ഒരു പ്രത്യേകത. നമുക്ക് ഇന്റർവ്യൂ പ്രോസസ്സിനെ സ്പീഡ് അപ്പ് ആക്കുന്നു, പക്ഷെ അതെന്താണ്? ഇറ്റ് ഈസ് വെരി ഇംപേഴ്സണൽ ആൻഡ് റിജിഡ്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ പേഴ്സൺ ഹു ഹാസ് നെവർ പ്ലേഡ് സോക്കർ. സോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ ആണ് കേട്ടോ. ഒരിക്കലും ഫുട്ബോൾ കളിച്ചിട്ടില്ലാത്ത ഒരാള് ഇൻ ഹിസ് ഓർ ഹെർ ലൈഫ്, അവന്റെ ജീവിതത്തില് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തില് ഒരിക്കലും ഫുട്ബോൾ കളിച്ചിട്ടില്ലാത്ത ഒരാള്
എന്താണ് will be automatically dismissed in the preliminary interview. അവര് ആ പ്രിലിമിനറി ഇന്റർവ്യൂല് ഓട്ടോമാറ്റിക് ആയിട്ട് അവര് ഡിസ്മിസ് ചെയ്യും. എന്താ, ഒരിക്കലും അവര് ഫുട്ബോൾ കളിച്ചിട്ടില്ല. As he or she does not meet certain requirements of being a team member of soccer team. എന്താ പറഞ്ഞേക്കണേ? സോക്കർ ടീം. അതെന്താ, അതായത് കാരണം ഫുട്ബോൾ ടീമില് അംഗമാകുന്നതിനുള്ള ചില ആവശ്യകതകള് അവര് പാലിക്കുന്നില്ല. അവിടെ ഫുട്ബോൾ ടീമിൽ അംഗമാകാനുള്ള ചില കാര്യങ്ങൾ അവർ പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിലിമിനറി ഇന്റർവ്യൂന്ന് ഡിസ്മിസ് ആയി. അതിലെന്താ കാര്യം? അവര് ജീവിതത്തിൽ ഒരിക്കലും ആ ഫുട്ബോള് എന്ന് പറയുന്ന കളിച്ചിട്ടില്ല. അങ്ങനെ ഒരാളെ നമുക്കത് ഇതാക്കാൻ പറ്റുമോ? അവര് ഓട്ടോമാറ്റിക്കലി ഡിസ്മിസ്ഡ് ഇൻ പ്രിലിമിനറി ഇന്റർവ്യൂന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്മിസ് ചെയ്യുന്നു. As he or she does not meet certain requirements of being a team member of a soccer team. അതെന്താ കാര്യം? ഒരു ഫുട്ബോൾ ടീമില് അംഗമാകുന്നതിനുള്ള ചില ആവശ്യകതകൾ അവര് പാലിക്കുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. എ പ്രിലിമിനറി ഇന്റർവ്യൂവർ. നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. എ പ്രിലിമിനറി ഇന്റർവ്യൂവർ, VIEWER, ഇന്റർവ്യൂവർ ആണ്. പ്രിലിമിനറി ഇന്റർവ്യൂ ചെയ്യുന്ന ആള്. എ പ്രിലിമിനറി ഇന്റർവ്യൂവർ should be someone who encourages confidence. എങ്ങനെയായിരിക്കണം? കോൺഫിഡൻസ്, അതായത് കാൻഡിഡേറ്റ്സിനെ കോൺഫിഡൻസ് പ്രോത്സാഹിപ്പിക്കുന്നവനായിരിക്കണം. അല്ലെ? നമ്മൾ ചെല്ലുമ്പോ പേര് ഇതൊക്കെ നമ്മളോട് ചോദിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഓക്കെയാണ് നിങ്ങൾ, ഓക്കെയാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതേപോലെ സെലക്ഷൻ കിട്ടും എന്തൊരു കോൺഫിഡൻസ് നമുക്ക് എന്താ പറയാ, അങ്ങനെ കോൺഫിഡൻസ് പ്രോത്സാഹിപ്പിക്കുന്നവനായിരിക്കണം. ഈ സിൻസിയർലി ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾ, ആ ആളുകളില് താല്പര്യമുള്ള ആത്മാർത്ഥമുള്ളവരായിരിക്കണം. കണ്ടോ? sincerely interested in people and has reasonably reliable judgment. റീസണബിൾ ആയിട്ടുള്ള, വിശ്വസനീയമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നടത്തുന്ന ആളായിരിക്കണം ആര്? പ്രിലിമിനറി ഇന്റർവ്യൂവർ. കോൺഫിഡൻസ് എൻകറേജ് ചെയ്യുന്നവര്, സിൻസിയർലി ആളുകളില് ആത്മാർത്ഥ, അതായത് കാൻഡിഡേറ്റ്സിനോട് ആത്മാർത്ഥമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള ജഡ്ജ്മെന്റ്. അല്ലെ? ഇപ്പൊ നമ്മുടെ എല്ലാ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവരെ കേട്ട് അങ്ങനെ ഒരു മൈൻഡ് ഒന്നും പാടില്ല. അല്ലെ? ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ന്യായപരമായിരിക്കണം. അല്ലെ? വിശ്വസനീയമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നടത്തുന്ന ആളായിരിക്കണം ആര്? പ്രിലിമിനറി ഇന്റർവ്യൂവർ. കണ്ടാ? when it come to judging applicants-നെ ജഡ്ജ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേണം. അതുകൂടാതെ apart from these qualities, ഈ ക്വാളിറ്റിക്ക് പുറമെ the interviewer should be, preliminary interviewer എങ്ങനെയൊക്കെ കൂടി ആയിരിക്കണം? എങ്ങനെയും കൂടി polite, മര്യാദയുള്ളവരായിരിക്കണം. ഫ്രണ്ട്ലി, അല്ലെ? നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. then and open minded, തുറന്ന മനസ്സുള്ളവരും കൂടി ആയിരിക്കണം. അണ്ടർലൈൻ ചെയ്തിട്ടേ. Preliminary interviewer should be polite, friendly, open-minded. Then he or she should not look impatient or impolite. അവൻ എങ്ങനെ കാണാൻ പാടില്ല? അക്ഷമയോ മര്യാദ ഇല്ലാത്തവനോ ആകാൻ പാടില്ല preliminary interviewer. He or she should not look impatient or impolite. അക്ഷമയോ അല്ലെങ്കിൽ മര്യാദ ഇല്ലാത്തവനോ ആകാൻ പാടില്ല. Preliminary interviews are also known as courtesy interview. For this reason, ഈ കാരണം കൊണ്ട് പ്രിലിമിനറി ഇന്റർവ്യൂസ് എന്താണ് അറിയപ്പെടുന്ന പേര്? courtesy interviews, മര്യാദയുള്ള ഇന്റർവ്യൂ എന്നാണ് അറിയപ്പെടുന്നത്. ആ പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രിലിമിനറി ഇന്റർവ്യൂവിന് വേണ്ട ക്യാരക്ടർ എന്തൊക്കെയാണ്? സ്വഭാവ സവിശേഷതകള്. കോൺഫിഡൻസ് പ്രോത്സാഹിപ്പിക്കണം, ഈ കാൻഡിഡേറ്റ്സിനോട് ആത്മാർത്ഥമായിരിക്കണം, പിന്നെ ന്യായമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നടത്തുന്ന ആളായിരിക്കണം. അതുകൂടാതെ പൊളൈറ്റ് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. അപ്പൊ പ്രിലിമിനറി ഇന്റർവ്യൂവിനെ എന്തൊന്നും കൂടി പറയും? അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? അത് അണ്ടർലൈൻ ചെയ്തിട്ടേ. courtesy interviews. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഒരു മിനിറ്റ്.
ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ ആപ്ലിക്കേഷൻ ഫോം ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ ജോലിക്കൊക്കെയാണ് പോകുമ്പോ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ അല്ലേ? അവിടെയാണ് ആപ്ലിക്കേഷൻ ഫോം തരും. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമില് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങള് ഡാറ്റാസ് ഒക്കെ നമ്മൾ കൊടുക്കണം അല്ലേ? ഒരു ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം ഓർ ആപ്ലിക്കേഷൻ ബ്ലാങ്ക്സ് ആർ യൂസ്ഡ് ടു ഗെയിൻ ബേസിക് ഡീറ്റെയിൽസ് അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. എന്താണ്? കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങള്, ബേസിക് ഡീറ്റെയിൽസ് നേടുന്നതിന് ആപ്ലിക്കേഷൻ ഫോംസ് ഹെൽപ്പ് ചെയ്യും. അണ്ടർലൈൻ ചെയ്തിട്ടേ, ആപ്ലിക്കേഷൻ ഫോം ഓർ ആപ്ലിക്കേഷൻ ബ്ലാങ്ക്സ് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ആപ്ലിക്കേഷൻ ഫോം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക്. ആപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം തന്നെയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെ, അടിസ്ഥാന വിവരങ്ങൾ, ബേസിക് ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റ്സിന്റെ ബേസിക് ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് നേടുന്നതിന് ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യും. It helps to identify the candidate's interest area. അല്ലെ, കാൻഡിഡേറ്റ്സിന്റെ താല്പര്യ മേഖലകള് ഏതൊക്കെയാണെന്ന് എന്താ പറയാ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ ഫോമില് അല്ലെ. അതിനോട് നമ്മള് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടില്ലേ നിങ്ങള് അല്ലെ? നമ്മുടെ ഇൻട്രസ്റ്റ്, സ്കിൽസ് അല്ലെ, നമ്മുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അഡ്രസ്, ഇതെല്ലാ കാര്യങ്ങളും ഉണ്ടാവല്ലേ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാവും നമുക്ക് ഫിൽ ചെയ്യാനായിട്ട്. അതെന്താ? കാൻഡിഡേറ്റ്സിന്റെ ഇൻട്രസ്റ്റ് ഏരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് പ്രൂവ് ടു ബി ഗ്രേറ്റ് ഹെൽപ്പ് ഇൻ ഡിസ്കഷൻ ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ. അതായത് ഇന്റർവ്യൂല് ഡിസ്കഷൻ, ആ ഇന്റർവ്യൂവിന്റെ ആ ഡിസ്കഷനില് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. അതായത് ഇന്റർവ്യൂ നടക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം കൂടി നമ്മൾ അതിലുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ്സ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഡീറ്റെയിൽ അറിയാലോ. ആ ഫോം ഒന്ന് നോക്കിയാൽ മതി, പെട്ടെന്ന് ആ ഫോം വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂവിന് എന്താ പറയാ, നമുക്ക് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആ ഫോമിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ച് അറിയാൻ പറ്റും. നമുക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ടു പ്രൂവ് ടു ബി ഗ്രേറ്റ് ഹെൽപ്പ് ഇൻ ഡിസ്കഷൻ ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിലെ ഡിസ്കഷനില് ആപ്ലിക്കേഷൻ ഫോം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് വേ. ഇതെന്ന് പറയുന്നത് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ്. എന്തിനാ? ഓഫ് കളക്ടിംഗ് ദ കാൻഡിഡേറ്റ്സ് പ്രീവിയസ് ഇൻഫർമേഷൻ. കാൻഡിഡേറ്റ്സിന്റെ പ്രീവിയസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനുള്ള ഫലപ്രദമായിട്ടുള്ള മാർഗമാണ്. It is an effective way of collecting the candidates' previous information. Candidates-ന്റെ previous information കളക്ട് ചെയ്യാനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള മാർഗമാണ് ഏത്? ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ. It also helps, ഇനി ഇതുകൂടാതെ എന്തിനു സഹായിക്കുന്നു? To process the candidate details to the management and other members of the interview panel, and also facilitate data storage for future use. ഇനി എന്തിനു സഹായിക്കുന്നു നോക്കിയേ, നമ്മൾ കാൻഡിഡേറ്റ്സ്, ഇറ്റ് ഹെൽപ് ടു പാസ് ദ കാൻഡിഡേറ്റ് ഡീറ്റെയിൽ, കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ഇല്ലേ, അത് മാനേജ്മെന്റിന് അതുപോലെ ഇന്റർവ്യൂ പാനലിലെ മെമ്പേഴ്സിന് പാസ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം സഹായിക്കും അല്ലേ. മാനേജ്മെന്റിന് നമുക്ക് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങള് നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടല്ലോ, അത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനലിലുള്ളവർക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പാസ് ചെയ്യാൻ സഹായിക്കും. അത് കൂടാതെ ആപ്ലിക്കേഷൻ ഫോം എന്തിനു കൂടി സൗകര്യം ഒരുക്കുന്നു? ഡേറ്റ സ്റ്റോറേജ് ഫോർ യൂസ്, ഫ്യൂച്ചർ യൂസ്, ഫ്യൂച്ചറിലെ ആവശ്യത്തിനായിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കുന്നു. അതായത് ഇപ്പൊ എന്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം അവിടെ ഉണ്ട്, ഇനി കുറച്ച് നാൾ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു പ്രൊമോഷൻ വരികയാണ്. അപ്പൊ അവർക്ക് ആപ്ലിക്കേഷൻ ഫോം നോക്കി അറിയാലോ എന്റെ ഡിഗ്രി ഏതാണ്, എക്സ്പീരിയൻസ് ഏതാണ്, ഞാൻ ആ പൊസിഷനിൽ ഇരിക്കാൻ ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അല്ലെ അവർക്ക് അതിലേക്ക് എനിക്ക് പ്രൊമോഷൻ തരാൻ പാടില്ലേ. ഫ്യൂച്ചറിലേക്ക് ആവശ്യത്തിനും ഉള്ള ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും ആപ്ലിക്കേഷൻ ഫോം സൗകര്യം ഒരുക്കുന്നു. ശരിയല്ലേ? എന്റെ പേര് പറഞ്ഞിട്ടാണോ നിങ്ങൾ മെസ്സേജ് ചെയ്യാതെ? ഇപ്പൊ രേവതിക്ക് ആയിക്കോട്ടെ, രേവതി ഒരു സ്ഥാപനത്തിന് ചെന്നു, ആപ്ലിക്കേഷൻ ഫോം രേവതിയുടെ അവിടെ ഉണ്ട് ഓൾറെഡി. അപ്പൊ ഒരു പ്രൊമോഷൻ വന്നപ്പോ ജസ്റ്റ് അവര് ഫോം ഒന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാല് അല്ലെ ആ പൊസിഷനിൽ ഇരിക്കാൻ ആൾ ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊടുത്താലോ, പിന്നെ നമ്മൾ അന്വേഷിച്ച് പിടിച്ചൊന്നും നടക്കണ്ട. അപ്പൊ ഫ്യൂച്ചർ ആവശ്യത്തിനൊക്കെയുള്ള ഡേറ്റ കൂടി സ്റ്റോർ ചെയ്യാനായിട്ട്
ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നാണ്ടും കാര്യം ചെയ്ത് വെച്ചോട്ടോ. ആപ്ലിക്കേഷൻ ഫോം എന്തിനൊക്കെ സഹായിക്കുന്നു? To pass the candidates detail to the management. മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനലിന് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പാസ് ചെയ്യാനും പിന്നെ ഫ്യൂച്ചറിലും ഭാവിയിലേക്കുള്ള ആവശ്യത്തിനും ഡേറ്റ സ്റ്റോർ ചെയ്യാനും അതിനുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനും ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യുന്നു. Since the application form or application blank is filled by the candidates its own handwriting. എങ്ങനെയായിരിക്കണം? നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിലായിരിക്കണം അല്ലെ ഫില്ല് ചെയ്യാനായിട്ട്. അല്ലെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ വേണം ഫില്ല് ചെയ്യാനായിട്ട്. ഇറ്റ് പ്രൂവ് ടു ബി യൂസ്ഫുൾ ടൂൾ ഫോർ അനലൈസിംഗ് ഹിസ് പേഴ്സണാലിറ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി ടു ദ ഓർഗനൈസേഷൻ. എന്ത് തെളിയിക്കുന്നു ആപ്ലിക്കേഷൻ ഫോം? ടൂൾ ഫോർ അനലൈസിംഗ്, വിശകലനം ചെയ്യുക. അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ആ ഓർഗനൈസേഷനിൽ അവന്റെ സ്യൂട്ടബിൾ ആണോ, ഇതെല്ലാം വിശകലനം ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം തെളിയിക്കുന്നു. ഈ ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യുന്നു. It also help for analyzing his personality and suitability to the organization. Underline ചെയ്തോട്ടോ. Application forms either detailed or concise depending upon the preference of the organization. ജോലി സ്ഥലത്ത് നമുക്ക് എന്താണ് ഈ കൺസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുക്കിയ അതെങ്ങനെയാകാം? ഒന്നില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ഡീറ്റെയിൽഡ് ആവാം അല്ലെങ്കിൽ അത് ചുരുക്കിയത്, കൺസൈസ് എന്ന് പറഞ്ഞാൽ ചുരുക്കിയതാവാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രിഫറൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ പ്രിഫറൻസ് അനുസരിച്ച് വലിയ ഡീറ്റെയിൽഡ് ആവാം അല്ലെങ്കിൽ അത് കുറച്ച് ചുരുക്കിയതാവാം. The information required in these forms may differ based on the type of job and organization. അതറിയാം, ഈ നമുക്ക് ഈ ഫോമിലുള്ള ഇൻഫർമേഷൻ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെ? The information required in these forms may differ, വ്യത്യാസപ്പെട്ടിരിക്കും. എങ്ങനെ? based on the type of job and the organization. ജോലിയുടെ തരം ആ ഓർഗനൈസേഷനെ അനുസരിച്ച് ആപ്ലിക്കേഷൻ ഫോം വ്യത്യാസപ്പെട്ടിരിക്കും. ശരിയല്ലേ? ഇൻഫർമേഷൻ അതിനനുസരിച്ച് ഇപ്പൊ നമ്മുടെ ഏത് സ്ഥാപനമാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ആപ്ലിക്കേഷൻ ഫോമിൽ അതേ സംബന്ധിക്കുന്നതായിരിക്കും. നമ്മൾ ആ വിവരങ്ങൾ ഇൻഫർമേഷൻ റിക്വയർഡ് ഇൻ ദിസ് ഫോം, ആ ആപ്ലിക്കേഷൻ ഫോമിലുള്ള വിവരങ്ങൾ എന്തിനെ? ആ ജോലിയുടെ തരത്തെയും ആ സ്ഥാപനത്തിനെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് ഒരു സ്ഥാപനത്തിലെ ഇതുപോലെ ആയിരിക്കില്ല വേറെ ഉള്ളിടത്ത്, അത് വ്യത്യാസം ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻ ഫോമുകളിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ചേഞ്ച് ഉണ്ടാവില്ലേ? ഇപ്പൊ എല്ലായിടത്തും ഒരേ രീതി ആവണമെന്നില്ല. ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. അക്കോർഡിംഗ് ടു ദ US നാഷണൽ ഇൻഡസ്ട്രിയൽ കോൺഫറൻസ് ഫോർ പബ്ലിക്കേഷൻ, അത് പ്രകാരം ഈ US നാഷണൽ ഇൻഡസ്ട്രിയൽ കോൺഫറൻസ് ബോർഡ് പബ്ലിക്കേഷൻ പ്രകാരം the main item of information requested on application blanks, ആപ്ലിക്കേഷൻ ഫോമില് ചോദിച്ചിട്ടുള്ള മെയിൻ ഇൻഫർമേഷൻ ഏതൊക്കെ കാര്യങ്ങളാവണം? പേര് വേണം അല്ലെ? നെയിം അതാദ്യം വേണ്ടേ? ഏത് കാൻഡിഡേറ്റ്സ് ആണ്, പേരെന്താണ്, നെയിം വേണം, അഡ്രസ് വേണം, ഏജ് എത്ര വയസ്സാണ് വേണം, മരൈറ്റൽ സ്റ്റാറ്റസ് മാരീഡ് ആണോ എന്നുള്ളത് വേണം, ആൻഡ് ഡിപ്പെൻഡൻസ് പറഞ്ഞാൽ അവരുടെ ആശ്രയിക്കുന്ന ആളുകൾ. അടുത്ത സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളിൽ നിന്ന് നേടുന്ന ആ ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ എക്സ്പീരിയൻസ്, അവർക്കുടെ എക്സ്പീരിയൻസ് എന്താണ്, റെഫറൻസുകള് റെഫറൻസ്, ഇതെല്ലാ കാര്യങ്ങളും ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെക്കാം. ആപ്ലിക്കേഷൻ ബ്ലാങ്ക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? നെയിം, അഡ്രസ്, ഏജ്, marital സ്റ്റാറ്റസ് ആൻഡ് ഡിപ്പെൻഡൻസ്, സ്കൂളിംഗ്, then എക്സ്പീരിയൻസ്, റെഫറൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്തില്ലേ? പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം, ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ പർപ്പസ് എന്താണ്
എങ്ങനെയായിരിക്കണം ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. നമുക്ക് തോന്നുന്ന രീതിയിലാവാൻ പാടില്ല. അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഏതൊക്കെ? പ്രൊവൈഡ് പ്രിസൈസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ, അല്ലെ? കൃത്യമായിട്ടുള്ളത്. ഫാക്ച്വൽ, അല്ലെ? ഫാക്ച്വൽ എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വേണം, നൽകണം. ഇതാണ് ഒന്നാമത്തത് ആപ്ലിക്കേഷൻ ഫോമില്. Pre-screening job candidates is the main purpose of the application form. Pre-screening of the job candidates. Preliminary evaluation ആണ് pre-screening എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആപ്ലിക്കൻസിനെ എന്ത് ചെയ്യുക? പ്രീ സ്ക്രീനിങ് ചെയ്യുക എന്നുള്ളത്, അല്ലെ? അതായത് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ആദ്യം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോയാൽ മതിയല്ലോ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് അവരെ ഒന്ന് സ്ക്രീൻ ചെയ്യാനായിട്ട്, അല്ലെ? പ്രീ സ്ക്രീനിങ് ആണ്. ഇത് ചെയ്യുന്ന ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരെ ആ കാൻഡിഡേറ്റ്സിനെ ഒന്ന് അളക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് സ്ക്രീൻ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യും. അണ്ടർലൈൻ ചെയ്തോട്ടോ. പ്രീ സ്ക്രീനിങ് ജോബ് കാൻഡിഡേറ്റ്സ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രധാനപ്പെട്ട പർപ്പസ്, ആവശ്യം. Through application form, the candidates contact information. ഇത് അണ്ടർലൈൻ ചെയ്തോട്ടോ. ത്രൂ ആപ്ലിക്കേഷൻ ഫോമിൽ കൂടെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? ദ കാൻഡിഡേറ്റ്സിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, റെഫറൻസുകള്, എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എംപ്ലോയർ. ഇതെല്ലാം എംപ്ലോയറിന്, തൊഴിലുടമയ്ക്ക് കൈമാറാൻ പറ്റുന്നു ആപ്ലിക്കേഷൻ ഫോമിലൂടെ. അവരെ കോണ്ടാക്ട്, പേര്, അഡ്രസ്, അങ്ങനെയുള്ള സംഭവം, ഫോൺ നമ്പർ, അങ്ങനെയുള്ള എല്ലാ കോണ്ടാക്ട് ഇൻഫർമേഷൻസ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, റെഫറൻസ്, എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി, ഇതെല്ലാം എംപ്ലോയറിന് കൈമാറാൻ ആപ്ലിക്കേഷൻ ഫോമിലൂടെ സാധിക്കുന്നു. അണ്ടർലൈൻ ചെയ്യാം സെന്റൻസ്. Then application forms also provide various additional information. ഇത് കൂടാതെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള എക്സ്ട്രാ ഇൻഫർമേഷനും കൂടി ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് to the employer, such as ഏതൊക്കെയാ? ജോബ് റിലേറ്റഡ് സ്കിൽസ്, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കഴിവുകള്, സ്കിൽസ്. സാലറി റിക്വയർമെന്റ്സ് ഓഫ് ആപ്ലിക്കൻസ്, ആപ്ലിക്കൻസിന്റെ സാലറി റിക്വയർമെന്റ്സ്, സാലറി റിക്വയർമെന്റ്സ് ഓഫ് ദ ആപ്ലിക്കൻസ്, ആപ്ലിക്കൻസിന്റെ സാലറി കാര്യങ്ങള്. ആൻഡ് വെദർ ദ ആപ്ലിക്കന്റ് ഈസ് അവൈലബിൾ ഫോർ ദ പാർട്ട് ടൈം ജോബ് ഓർ ഫുൾ ടൈം. അപ്പൊ ആപ്ലിക്കൻസ് പാർട്ട് ടൈം ആയിട്ടാണോ ഫുൾ ടൈം ആയിട്ടാണോ ജോലി ചെയ്യാൻ തയ്യാറാവുക? അത് ആസ് വെൽ ആസ് ഹവേഴ്സ് ഓഫ് അവൈലബിലിറ്റി, എത്ര മണിക്കൂർ, ഹവേഴ്സ്, ഇതെല്ലാവരും ആപ്ലിക്കേഷൻ ഫോമില് ഇതുകൂടിയുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻ, അഡീഷണൽ ഇൻഫർമേഷനും കൂടി ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ കിട്ടും. ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. job related skills, salary requirements and applicants, whether the applicant is available or not for the part time or full time, then hours of availability. രണ്ടാമത്തെ കാര്യമാണ് to provide legal protection to the applicants. ഇനി ആപ്ലിക്കൻസിന് ഒരു ലീഗൽ, നിയമപരമായിട്ടുള്ള സംരക്ഷണം പ്രൊവൈഡ് ചെയ്യണം. എന്താ ആപ്ലിക്കേഷൻ ഫോം? തോന്നിയ രീതിയിൽ, നമ്മളെ വലിയ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പാടില്ല. അതാണ് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ആപ്ലിക്കൻസിന് പ്രൊവൈഡ് ചെയ്യുന്നു. Personal information and the individual privacy have been protected by the law since the establishment of the Title 7 of the Civil Rights Act 1964. 1964 സിവിൽ റൈറ്റ് ആക്ട് ടൈറ്റിൽ 7 അനുസരിച്ച് എന്താണ് ഈ ഇൻഡിവിജ്വൽസിന് എന്തൊക്കെ ഇൻഫർമേഷൻ കാര്യങ്ങളാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെ? നിയമപ്രകാരം അവരെ കാൻഡിഡേറ്റ്സിന് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്താൻ പാടുള്ളൂ, അങ്ങനെ അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇതനുസരിച്ച് തന്നെ 1964 സിവിൽ റൈറ്റ് ആക്ട് 7 പ്രകാരം എന്താണ് അവർക്കൊരു നിയമപരമായിട്ടുള്ള സംരക്ഷണം ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞേക്കണത് അവിടെ? ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് ടു യൂസ് ദ ജോബ് ആപ്ലിക്കേഷൻ ഫോം ദാറ്റ് ഈസ് മോർ ദാൻ എ ഫ്യൂ ഇയേഴ്സ് ഓൾഡ്. അതാണ്ടോ, അതായത് കുറെ വർഷങ്ങൾ പഴക്കമുള്ള ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കാൻ പാടില്ല. അത് കറക്റ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്
to use a job application form. Job application form കുറെ വർഷങ്ങൾ പഴക്കമുള്ളത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. എന്താ, ഇപ്പൊ പണ്ട് നമ്മളെ ഒരു 10 വർഷം മുന്നുള്ള ആപ്ലിക്കേഷൻ ഫോം ഇപ്പൊ തരികയാണെങ്കിൽ അന്ന് നമ്മളോട് എക്സ്പെക്ടഡ് സാലറി എത്രയാന്ന് ചോദിക്കുമ്പോ നമുക്ക് അന്നും ഇന്നത്തെ ഡിഫറൻസ് ഇല്ലേ, അല്ലേ? അന്ന് ഒരാൾക്ക് ഒരു ദിവസം ഒരു 10-20 വർഷം മുന്നൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ താഴെ ഉള്ളൂ. പക്ഷെ ഇന്നിപ്പോ 1200-1500 രൂപയുടെ താഴെയുണ്ട് ഡെയിലി വരുമ്പോ. ഒത്തിരി വ്യത്യാസം വരുന്നില്ല. അപ്പൊ അന്ന് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോ ഇന്ന് അത് വാല്യുബിൾ അല്ല. അതാണ് ഒരു കുറച്ചധികം വർഷങ്ങൾ പഴക്കമുള്ള ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കുന്നത് കറക്റ്റ് അല്ല, നോട്ട് കറക്റ്റ്. അത് നിയമപരമായിട്ട് അത് ശരിയല്ല. അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, കാൻഡിഡേറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കാൻ പാടില്ല. Questions that were asked, കണ്ടോ നമ്മൾ പറഞ്ഞില്ലേ, the questions that were asked 5 years ago are not legally acceptable. അതായത് പണ്ട് നമ്മൾ 5 വർഷം മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെ ലീഗലി അക്സെപ്റ്റബിൾ അല്ല, നിയമപരമായി നമുക്ക് ഇപ്പോൾ സ്വീകാര്യമാണെന്നില്ല, അല്ല. The Equal Employment Opportunity Commission, based on the federal legislation, provide guidance to employers on what information can be requested from the candidates. ഉണ്ടോ എന്താണ് പറഞ്ഞേക്കുന്നത്? The Equal Employment Opportunity Commission അതുപോലെ ഫെഡറൽ ലെജിസ്ലേഷനെ ഒക്കെ ബേസ് ചെയ്തിട്ട് എന്താണ് എംപ്ലോയേഴ്സിന്റെ ഇന്ന ഇൻഫർമേഷൻ വിവരങ്ങൾ മാത്രമേ ചോദിക്കാവുള്ളൂ, കാൻഡിഡേറ്റ്സിനോട് ഇന്ന വിവരങ്ങൾ മാത്രമേ, അത് ഇന്ന കാര്യങ്ങൾ മാത്രമേ ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുത്താവുള്ളൂ എന്ന എംപ്ലോയീസിന് ഒരു ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? സോ ആസ് ടു അവോയ്ഡ് prejudice based on the sex, race, religion, color, national origin, age, 40 or older, disability or genetic information. കണ്ടോ എന്നിവയെ അടിസ്ഥാനമാക്കി ഇപ്പൊ നമ്മൾ പറഞ്ഞത് എനിക്കാണ് സെക്സിനെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെ, റേസ്, മുൻവിധി, അല്ലെങ്കിൽ അത് ജാതി എന്നുള്ളത് വരുന്നുണ്ട് കേട്ടോ. ജാതി, റിലീജിയൻ, കളറ്, നാഷണൽ ഒറിജിൻ, ഏജ്, എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ളത് എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രിജുഡിയസ്, അതായത് മുൻവിധി ഒഴിവാക്കാൻ കാൻഡിഡേറ്റ്സിനോട് എന്തൊക്കെ വിവരങ്ങൾ അഭ്യർത്ഥിക്കാം എന്നുള്ളത് അതിന് എംപ്ലോയറിന് ഒരു മാർഗനിർദ്ദേശം കൊടുക്കുന്നു. ഈ കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ വിവരങ്ങൾ ചോദിക്കാം എന്നുള്ളത് എംപ്ലോയറിന് ഒരു ഗൈഡ് ലൈൻസ് ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് ടു ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ. ഫലപ്രദവും ഒരു പ്രൊഡക്റ്റീവ് ഉത്പാദനപരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ സുഗമമാക്കുന്നതിന് ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യും. To facilitate effective and productive interview. For enabling productive interviews, the employers make the use of background information gathered with the help of application form. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളില്ലേ അത് നമ്മൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടാൻ, enabling പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആ ഇന്റർവ്യൂവിന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ, ഇന്റർവ്യൂവിലൂടെ നമുക്ക് എന്താ പറയാ ആപ്ലിക്കേഷൻ ഫോർ എനേബിളിംഗ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ നല്ലൊരു റിസൾട്ട് കിട്ടാൻ employers make the use of background information gathered with the application form. ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി ശേഖരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അത് എംപ്ലോയേഴ്സ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് സാധ്യമാക്കുന്നു. The application form help in providing unfiltered version of an application, work history and experience to the employers. എന്തിനു സഹായിക്കുന്നു? ആപ്ലിക്കേഷൻ ഫോംസ് ഹെൽപ്പ് പ്രൊവൈഡിങ് അൺഫിൽറ്റേർഡ് വേർഷൻ, അതിന്റെ ഒരു പതിപ്പ്. അൺഫിൽറ്റേർഡ് വേർഷൻ, ഫിൽറ്റർ ചെയ്യാത്ത ഒരു പതിപ്പ് ഇതിന്റെ ഓഫ് ആൻ ആപ്ലിക്കൻസ് വർക്ക് ഹിസ്റ്ററി ആൻഡ് എക്സ്പീരിയൻസ് ടു ദ എംപ്ലോയേഴ്സ്. അങ്ങനെ ഒരു നമുക്കൊരു ഇതാക്കാത്ത ഒരു
അൺഫിൽറ്റർ ചെയ്യാത്തൊരു വേർഷൻ ആപ്ലിക്കൻസിന്റെ വർക്ക് ഹിസ്റ്ററിനെ കുറിച്ച് എക്സ്പീരിയൻസ് ടു ദ എംപ്ലോയേഴ്സിന് ആപ്ലിക്കേഷൻ ഫോംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then application forms are used to gather such information as it is easy for the candidates to exaggerate resumes. And ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. Application forms are used to gather such information as it is easy for the candidates to exaggerate. പെരുപ്പിച്ച് കാണിക്കുക. Candidates റെസ്യൂമുകളില് പെരുപ്പിച്ച് കാണിക്കാൻ എളുപ്പമാണ് അല്ലേ? ആപ്ലിക്കേഷൻ ഫോം റെസ്യൂമ് വ്യത്യാസമില്ലേ? റെസ്യൂം എന്ന് പറഞ്ഞാൽ ഈ ബയോഡേറ്റ അത് നമ്മൾ ഇതാക്കുന്നതല്ലേ? റെസ്യൂമിലും പെരുപ്പിച്ച് കാണിക്കുന്ന എളുപ്പമാണ്. നമ്മുടെ ചിലപ്പോ എക്സ്ട്രാ നമുക്ക് വേണമെങ്കിലൊക്കെ റെസ്യൂംസിൽ നമുക്കത് കുറച്ചും കൂടി പെരുപ്പിച്ച് കാണിക്കാൻ പറ്റും അല്ലെ? എളുപ്പമുള്ളതിനാൽ അത്തരം വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫോംസ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. Application forms are used to gather such information as it is easy for the candidates to exaggerate resumes. എന്താ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കുറച്ചുകൂടി ഇല്ലാത്തതൊക്കെ വേണമെങ്കിലേ കുറച്ചുകൂടി പെരുപ്പിച്ച് കാണിക്കാൻ എളുപ്പമുള്ളതിനാൽ അത്തരം വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫോംസ് ഹെൽപ്ഫുൾ ആണ്. Application forms ensure that everyone is on equal footing as it is applicants are asked about the same information. ശരിയല്ലേ? എന്തെങ്കിലും ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടോ? ഒരു ഓർഗനൈസേഷനില് നമ്മൾ അവിടെ ഒരു സെക്ഷനിലേക്കുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ എല്ലാവർക്കും ഒരേ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം അല്ലേ? ഈക്വൽ ഫൂട്ടിങ് എല്ലാവരും ആപ്ലിക്കൻസിന് എല്ലാവർക്കും ഒരേ നിലയില് എല്ലാവരുടെ സെയിം ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ഫോമില്, ആപ്ലിക്കേഷൻ ഫോമില്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും തുല്യത നൽകുകയാണ്. And the applicants are asked about the same information. Same information ആണ് ആപ്ലിക്കൻസിനോട് അവിടെ ചോദിക്കുന്നത് അല്ലേ? അതിനകത്തെ ആപ്ലിക്കേഷൻ ഫോംസ് ഹെൽപ്പ് ഇൻ പ്രൊവൈഡിങ് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Dash helps in providing അങ്ങനെ സെന്റൻസ് ചോദിക്കാം. Application forms help providing unfiltered version of an applicant work history and the experience to the employers. Then അടുത്ത നോക്കിയേ, ആപ്ലിക്കേഷൻ ഫോംസ് എൻഷുർ ദാറ്റ് എവരിവൺ ഈസ് ഓൺ എല്ലാവരും ഒരേപോലെയാണ് അല്ലെ? എല്ലാവരോടും ഒരേ സെയിം ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് ചോദിക്കുന്നത്. Then application forms are used by employer in order to rapidly identify the problems like job hopping, criminal history and ineligibility to the work in the country. കണ്ടോ? എല്ലാവരും നമ്മൾ തുല്യ നിലയിലാണ് ആപ്ലിക്കേഷൻ ഫോം ഉറപ്പാക്കുന്നു. പിന്നെ ഇതേ നോക്കി ചില എംപ്ലോയേഴ്സിന് അവർക്ക് എംപ്ലോയേഴ്സിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അതായത് പ്രോബ്ലംസ് ലൈക്ക് ജോബ് ഹോപ്പിംഗ്. ജോബ് ഹോപ്പിംഗ് എന്ന് വെച്ചാൽ ജോബ് ചേഞ്ചിങ് ആട്ടോ. ഇപ്പൊ കുറച്ച് ദിവസം ഇവിടെ നിന്നു വേറെ ജോലിയിലേക്ക് മാറ്റി, അങ്ങനെ ആ ജോബ് ചേഞ്ചിങ്, അതായത് ജോലിയിൽ ഇടയ്ക്കിടയ്ക്ക് മാറാനുള്ള പ്രവണത, അത് ഐഡന്റിഫൈ ചെയ്യാൻ. അവരുടെ ക്രിമിനൽ ഹിസ്റ്ററി, ഇന്റലിജിബിലിറ്റി ടു ദ വർക്കേഴ്സ് ഇൻ ദ കൺട്രി, ബുദ്ധിശക്തി, ഇതെല്ലാനും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എംപ്ലോയീസിന് ഈ ആപ്ലിക്കേഷൻ ഫോംസ് വഴി സാധിക്കുന്നു. എംപ്ലോയേഴ്സിന് ആപ്ലിക്കേഷൻ ഫോംസ് യൂസ്ഡ് ബൈ എംപ്ലോയേഴ്സ് എന്തിനു ഉപയോഗിക്കണേ അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. In order to rapidly identify the problem, ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. ജോബ് ഹോപ്പിംഗ്, ജോലികൾ ഇടയ്ക്കിടയ്ക്ക് മാറാനുള്ള പ്രവണത, ക്രിമിനൽ ഹിസ്റ്ററി, ഇന്റലിജിബിലിറ്റി ടു ദ വർക്കേഴ്സ് ഇൻ കൺട്രി, ബുദ്ധിശക്തി, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോമിലൂടെ സാധിക്കും. അടുത്തത് ലാസ്റ്റ് ഒരെണ്ണ വേരിഫിക്കേഷൻ ആണ്. വേരിഫിക്കേഷൻ ഈ അടുത്ത ആപ്ലിക്കേഷൻ ഫോമിന്റെ പർപ്പസ് ആണ് വേരിഫിക്കേഷൻ എന്നുള്ളത്. An employment application form differs from the resume. ഈ ആപ്ലിക്കേഷൻ ഫോം റെസ്യൂമിൽ നിന്ന് വ്യത്യാസമുണ്ട് അല്ലെ? As it is a legal document signed by the applicants to certify that the true and correct information is provided by them. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുള്ള അറിയാൻ പാടില്ലേ? ലീഗൽ ഡോക്യുമെന്റ് സൈൻഡ് ബൈ ദ, നമ്മൾ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ചെയ്യേണ്ട അതിനകത്ത് അല്ലെ?
ഒരു നിയമം, ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അത് ആപ്ലിക്കൻസ് തന്നെ സൈൻ ചെയ്യണം അല്ലെ. എന്തെന്നാ നമ്മുടെ മുകളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ സത്യവുമാണ് അല്ലെ, ട്രൂ ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് സൈൻ ചെയ്യണ്ടേ? ആപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്യണ്ടേ? മുകളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്റെ അറിവിലും വിശ്വാസത്തിലും എല്ലാം സത്യമാണെന്ന് ഞാൻ ഇതിനാ ബോധിപ്പിച്ചുകൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ പറയാ, ലാസ്റ്റ് അവിടെ നമ്മൾ സൈൻ ചെയ്യണം, അറ്റസ്റ്റ് ചെയ്യണം നമ്മൾ അല്ലെ. അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. എന്താണ് ഈ റെസ്യൂമിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞ ലീഗൽ ഡോക്യുമെന്റ് ആണ്, ആപ്ലിക്കൻസ് സൈൻ ചെയ്തിട്ടുള്ള ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഇനി നോക്കിയേ, എ പാരഗ്രാഫ് ഓൺ മോസ്റ്റ് ആപ്ലിക്കേഷൻ ഫോംസ് പ്രൊവൈഡ് വാർണിംഗ്. പിന്നെ അതുകൂടാതെ ആപ്ലിക്കേഷൻ ഫോം നമുക്കൊരു വാർണിംഗ് തരുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ? ദാറ്റ് omissions or false information of on the form may result in application being rejected or to the employee being fired. അത് പുറത്താക്കാം. തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യാൻ, അവരെ പുറത്താക്കാനും ഈ എംപ്ലോയേഴ്സിന്റെ അധികാരമുണ്ട്. അത് നമ്മളെ ഈ മോളിൽ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് റിജക്ട് ചെയ്യും എന്നുള്ളതും അതിനകത്ത് പറയും അല്ലേ? അറിയൂലേ? അതാണ് ഇനി നമ്മള് കൊടുക്കുന്ന, നമ്മൾ ആ സൈനൊക്കെ ചെയ്ത് കൊടുക്കും. ഇനി അങ്ങോട്ട് പറയുന്നുണ്ട് ആ സൈൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടത് എന്ന് അവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആപ്ലിക്കൻസിനെ എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാനുള്ളതുണ്ട്. Then, in addition, application form may contain statement giving hiring employees permission for examining records, conducting background or credit check, and examining contact references and previous employers. ഇതൊക്കെ ഇതൊക്കെ ഇവിടെ കുറച്ച് ഇതുപോലെ തന്നെ പോയിന്റ് തന്നിട്ടുണ്ട്. In addition, അതിനൊപ്പം തന്നെ application forms may contain statement, ചില സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. എന്താണ് എന്ത് സംബന്ധിച്ച്? ഗിവിംഗ് ഹയറിംഗ് എംപ്ലോയേഴ്സ് പെർമിഷൻ ഫോർ എക്സാമിനിങ് റെക്കോർഡ്സ്, റെക്കോർഡുകൾ പരിശോധിക്കുന്നതിന് അല്ലെ, റെക്കോർഡുകൾ പരിശോധിക്കുന്നതിനുള്ള അനുമതി നൽകുന്ന വ്യവസ്ഥകള്. കണ്ടക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഓർ ക്രെഡിറ്റ് ചെക്ക് ആൻഡ് എക്സാമിനിങ് കോണ്ടാക്ട് റെഫറൻസസ് ആൻഡ് പ്രീവിയസ് എംപ്ലോയേഴ്സ്, ഇതൊക്കെ പരിശോധിക്കുന്നതിനുള്ള അനുമതി ഏത് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ഈ ആപ്ലിക്കേഷൻ ഫോമില് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോമിൽ ഈ കാര്യം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ടേ. ലീഗൽ ഡോക്യുമെന്റ് സൈൻഡ് ബൈ ആപ്ലിക്കൻസ്. ഇതെന്താ? ആപ്ലിക്കേഷൻ ഫോം ആണ്. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളത് കാൻഡിഡേറ്റ്സ് തന്നെ സൈൻ ചെയ്യണം. ഇനി അവിടെ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ രേഖപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യാനായിട്ട് അവരെ ആ ഇതിൽ നിന്ന് സെലക്ഷൻ ഇതിൽ നിന്ന് നമുക്ക് പുറത്താക്കാനുള്ള അധികാരമുണ്ട്. ഇതിനൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ ഈ സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട്. ഏതൊക്കെയാ? Giving hiring employers permission for examining records, റെക്കോർഡ്സ് പരിശോധിക്കുന്നതിനുള്ള അനുമതി നൽകുന്ന വ്യവസ്ഥകള്. അതുപോലെ കണ്ടക്ടിങ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെക്ക് ആൻഡ് എക്സാമിനിങ് കോണ്ടാക്ട് റെഫറൻസസ് പരിശോധിക്കാൻ, ആൻഡ് പ്രീവിയസ് എംപ്ലോയേഴ്സ് ഇവരെയൊക്കെ പരിശോധിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ആപ്ലിക്കേഷൻ ഫോമില് ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഉണ്ട്. ഈ കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇത് നമ്മൾ പർപ്പസാ പറഞ്ഞത്, എന്തിനൊക്കെയാണ്, എന്താണ് ആപ്ലിക്കേഷൻ ഫോമിന്റെ പർപ്പസ്. ഒരു കൃത്യമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ, ലീഗൽ ആപ്ലിക്കൻസിന് ലീഗൽ പ്രൊട്ടക്ഷൻ ആപ്ലിക്കേഷൻ ഫോമിലൂടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഫലപ്രദവും ഉത്പാദനപരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ സുഗമമാക്കുന്നതിന്, പിന്നെ വെരിഫിക്കേഷൻ അതെല്ലാം ആപ്ലിക്കേഷൻ ഫോമിന്റെ പർപ്പസ് ആണ് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും തന്നെ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.